കേരള സിറ്റിസൻസ്, അതും മാട്ടൂലിലെ സിറ്റിസൻമാരോട്, മാട്ടൂലിലെ പബ്ലിക്കിനോടും, പിന്നെ ഇതുപോലത്തെ ഇടയ്ക്കുണ്ട് എവിടേക്കുണ്ട് അവരൊക്കെയും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺ സൈനിങ്. അപ്പം വീണ്ടും പറഞ്ഞു, ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം, ചൂഷണമില്ല എന്നാണ് പറഞ്ഞത്. നെഞ്ഞത്ത് കൈവച്ചിട്ട് ഇവരോട് ചോദിക്കുക ചൂഷണമുണ്ടോ ഇല്ലോ. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും പെട്ടിന് ഇന്ത്യൻ സിറ്റിസൻ്റെ മുന്നിൽ നോ കോംപ്രമൈസ്. അപ്പോൾ പറയാനുള്ളത്, സിറാജ് AC അറിയില്ല, ഷമ്മാസ് AK അറിയാം, ഓട്ടോ സ്വന്തമായിട്ട് ഓട്ടോ ഉണ്ട് തോന്നുന്നു. ട്രഷർ ഷംസു കണ്ടിട്ടുണ്ട്, എന്താ പണിയെന്നറിയില്ല. പക്ഷേ ഷമ്മാസ് സാറിന് നല്ലോണം അറിയാം. ഷമ്മാസ് സാറ് ഭയങ്കരമാണ്. ജോയിൻറ്റ് സെക്രട്ടറി ഷെഫീഖ് KC, ഭയങ്കരമാണ്, ക്ലാസ്മേറ്റ്സാണ്. ഷെഫീഖ് സാറിൻ്റെ അടുത്തേലും ഷെഫീഖ് സാറിനെ തന്നെ വിളിക്കണം. ഗൾഫിലൊന്നും പോകാണ്ട് നാട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഗൾഫിൽ പോയിട്ടുണ്ടാവും, കാരണം ആരും പോകാത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നാട്ടിൽ തന്നെ വന്നിട്ട് ഷെഫീഖ് സാറാണ് കൂളിംഗ് ക്ലാസ്സിലിട്ടിന്. വൈസ് പ്രസിഡന്റ് യയ്യ സാറിന് ഓട്ടർച്ചയെ കണ്ടിട്ടില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ യയ്യ സാറ് ഓട്ടർച്ചയെ കണ്ടിട്ടില്ലോ. അപ്പോൾ സകല ആളും ഓട്ടർച്ചയിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടാ. തൊഴിലില്ലാത്ത, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്നല്ല പറഞ്ഞാൽ മാട്ടൂൽ ബീച്ച് യൂണിറ്റ് ബീച്ചാണ്. അപ്പോൾ ആദ്യത്തേത് എന്താണെന്നറിയില്ല, ഇത് ബീച്ച്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇവർ തമ്പടിച്ചിട്ട് നോക്കണം. കാരണം CRZ ഏരിയയിൽ ഓട്ടർഷ വെക്കാൻ പോലുള്ള അവകാശം പോലും ഇല്ല. അപ്പോൾ അതും കൂടി ഇതിൽ റിവീൽ ചെയ്യുന്നു. അപ്പോൾ CRZ, അപ്പോൾ മാട്ടൂൽ പഞ്ചായത്ത് ഭരിക്കുന്നത് 17-ലും SDP ഉണ്ട്, LDF ഉണ്ട്. LDF സ്വതന്ത്രനാണ്, ഇപ്പം പറയും LDF അല്ല എന്നെല്ലാം പറയും, അത് പറഞ്ഞോട്ട്. ബാക്കി തെച്ചും മുസ്ലിം ലീഗാണ്. അപ്പോൾ ഇതുപോലത്തെ പല പഞ്ചായത്തും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. വരുന്ന ഇലക്ഷനിൽ നോട്ട ബട്ടൺ അമർത്തുക, പ്രസ് നോട്ട.